പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പോലീസ്. ഹൈക്കോടതിയിലാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ല എന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ജസ്റ്റിസ് CN രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. പ്രതിപട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുകയാണല്ലേ? ദേവിക, പോലീസാണ് ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് പാതിവില തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ പോലീസാണ് നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തത്. ഈ പ്രതിപട്ടികയിൽ നിന്ന് നിലവിൽ CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് രേഖാമൂലം തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് തന്നെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കും. നിലവിൽ CN രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് നിലവിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം ഒരുക്കണമെന്നുള്ള ഒരു നിലപാട് കൂടി ഇന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൂട്ടം അഭിഭാഷകരാണ് നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ ഹർജി സമർപ്പിച്ചത്. ആ കേസ് റദ്ദാക്കണമെന്നും ഒപ്പം തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്താതെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് തുടങ്ങിയ വാദങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അഭിഭാഷകർ ഹൈക്കോടതി സമീപിച്ചത്. നേരത്തെ ഇതുമായി ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെയാണോ പോലീസ് റിട്ടയർഡ് ജഡ്ജിക്കെതിരെ കേസെടുത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സർക്കാരിന്റെ മറുപടിയും ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് ഹർജി പരിഗണിച്ച സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ മുഖാന്തരം ഹൈക്കോടതിയിലെ രേഖാമൂലം തന്നെ മറുപടി നൽകിയിട്ടുള്ളത്. അതായത് CN രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പാതിവില തട്ടിപ്പ് കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ, ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റിട്ടയർഡ് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുന്നതിലടക്കം മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുവാനായിട്ട് ആഭ്യന്തര വകുപ്പിനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഈ കേസെടുത്ത ഒരു സാഹചര്യം അത് എന്തെന്ന് വെച്ചാൽ ഈ ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ല, അല്ലെങ്കിൽ അത്തരം ഒരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേസെടുത്തത് എന്നുള്ള ഒരു വാദമായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ, അതായത് രേഖാമൂലം തന്നെ പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. അക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് റിട്ടയർഡ് ജഡ്ജിമാർ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്ന സമയത്ത് അവരുടെ റെപ്യൂട്ടേഷൻ, അവരുടെ സൽപ്പേര്, അതോടൊപ്പം തന്നെ വിശ്വാസ്യത ഇതടക്കം പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപട്ടികയിൽ നിന്ന് രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുന്നു എന്ന പോലീസിന്റെ നിലപാട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്തുത ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയത്.